PSC എക്സാമുകളിൽ കറണ്ട് അഫയേഴ്സിൽ ചോദിച്ചു വരുന്ന ഒരു ഭാഗമാണ് സൂചികകൾ എന്നത്. 2025 ജനുവരി മുതൽ 2025 ഒക്ടോബർ വരെയുള്ള എല്ലാ ഇമ്പോർട്ടൻറ്റ് സൂചികകളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയിലേക്ക് പോവാം. $100 കോടി അധികം മൂല്യമുള്ള കമ്പനികളുടെ ആഗോള പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം 3. ഒന്നാം സ്ഥാനം അമേരിക്ക, രണ്ടാം സ്ഥാനം ജപ്പാൻ. ഇത്തരത്തിലുള്ള 343 കമ്പനികളാണ് രാജ്യത്തുള്ളത്. ആഗോള മാധ്യമ സ്വതന്ത്ര സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 151. പട്ടികയിൽ ഒന്നാം സ്ഥാനമുള്ളത് ഫിൻലാൻഡാണ്. അപ്പോൾ സ്വതന്ത്രം ഏറ്റവും കുറഞ്ഞ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തര കൊറിയയാണ്. അപ്പോൾ ഇന്ത്യയുടെ സ്ഥാനം 151. 2025 ലോക പത്ര സ്വതന്ത്ര സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 151. ഒന്നാം സ്ഥാനം നോർവേ, രണ്ടാം സ്ഥാനം എസ്റ്റോണിയ, മൂന്നാം സ്ഥാനം നെതർലാൻഡ്. അപ്പോൾ ഇന്ത്യയുടെ സ്ഥാനം 151. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ അസ്പിറേഷണൽ ഡിസ്ട്രിക്റ്റ് പ്രോഗ്രാമിന് കീഴിലുള്ള ഡെൽറ്റ റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയ ജില്ല ഛത്ര, ജാർഖണ്ഡിലെ ഛത്രയാണ്. അസ്പിറേഷൻ ഡിസ്ട്രിക്റ്റ് പ്രോഗ്രാമിന് കീഴിൽ ഉൾപ്പെട്ട കേരളത്തിൽ നിന്നുമുള്ള ഏക ജില്ല വയനാടാണ്. 10ാം സ്ഥാനമായിരുന്നു. ജനുവരിയിൽ ഡെൽറ്റ റാങ്കിൽ വയനാടിൻ്റെ സ്ഥാനം 5ാമതായിരുന്നു. നീതി ആയോഗാണ് റാങ്ക് പുറത്തുവിടുന്നത്. അപ്പോൾ ആരോഗ്യം, പോഷകാഹാരം, അതുപോലെ തന്നെ വിദ്യാഭ്യാസം, കൃഷി, ജലവിഭവങ്ങൾ, സാമ്പത്തിക ഉൾപ്പെടുത്തലുകൾ, നൈപുണ്യ വികസനം, ഇങ്ങനെ അടിസ്ഥാന സൗകര്യങ്ങൾ, പുരോഗതി, അതായത് ഇങ്ങനെയുള്ള 5 അടിസ്ഥാന പുരോഗതികളെ അടിസ്ഥാനമാക്കിയാണ് റാങ്ക് പുറത്തുവിടുന്നത്. അസ്പിറേഷൻ ഡിസ്ട്രിക്റ്റ് പ്രോഗ്രാം ആരംഭിച്ചത് 2018 നീതി ആയോഗ് ഡെൽറ്റ റാങ്ക് 2025 മാർച്ച്. രാജ്യത്തിലുടനീളമുള്ള 500 അസ്പിറേഷൻ ബ്ലോക്കുകളിൽ ഒന്നാമതെത്തിയത് തുമൽപൂർ, ആസാമിലെ തുമൽപൂരാണ്. അസ്പിറേഷൻ ബ്ലോക്ക് പ്രോഗ്രാം ആരംഭിച്ചത് 2023 ജനുവരി 7 ഇന്ത്യയിലെ ഏറ്റവും വികസിതമല്ലാത്തതും വിദൂരമായ ബ്ലോക്കുകളിലെ പൗരന്മാരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനും സേവന വിതരണം മെച്ചപ്പെടുത്തുന്നതിനും ഭരണം മെച്ചപ്പെടുത്തുന്നതിനുമാണ് ശ്രദ്ധ. തീം എന്താണെന്ന് വെച്ചാൽ ആരോഗ്യം, പോഷകാഹാരം, വിദ്യാഭ്യാസം, കൃഷി, അനുബന്ധ സേവനങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ, സാമൂഹിക വികസനം. കേരളത്തിലെ 4 ജില്ലകളിലായിട്ട് 9 ബ്ലോക്കുകൾ, ഇടുക്കി, അഴുത, ദേവികുളം, കാസർഗോഡിലെ പരപ്പ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ലോക സാമ്പത്തിക ഫോറത്തിൽ ഏറ്റവും പുതിയ ജെൻഡർ ആന്തര സൂചിക, അതായത് ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 131. 64.4% സ്കോറുമായി ദക്ഷിണേന്ത്യയിൽ രാജ്യങ്ങൾ ഏറ്റവും പിന്നിലാണ് ഇന്ത്യയുടെ സ്ഥാനം. 146 രാജ്യങ്ങളിലെ കണക്കിലാണ് കഴിഞ്ഞ തവണത്തേക്കാൾ 2ാം സ്ഥാനം വീണ്ടും പിന്നിലായത്. 1ാം സ്ഥാനം ഐസ്ലാൻഡ്, ഫിൻലാൻഡ്, നോർവേ, UK, ന്യൂസിലാൻഡ് എന്നീ രാജ്യങ്ങൾ യഥാക്രമം തൊട്ടുപിന്നിൽ ഉണ്ട്. 2025 ജൂലൈ പ്രകാരം ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സിൽ ലോകത്തിലെ ഏറ്റവും ശക്തമായ പാസ്പോർട്ടുള്ള രാജ്യം സിംഗപ്പൂരാണ്. ഇന്ത്യൻ പാസ്പോർട്ട് 77ാം സ്ഥാനത്താണ്. 2025 ആഗോള സുരക്ഷാ റാങ്കിങ്ങിൽ ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ രാജ്യങ്ങളിൽ തിരഞ്ഞെടുക്കപ്പെട്ടത് അൻഡോറയാണ്. അൻഡോറ ഒരു യൂറോപ്യൻ രാജ്യമാണ്. ഇന്ത്യയുടെ സ്ഥാനം 66. ഏറ്റവും സുരക്ഷിതമല്ലാത്ത രാജ്യമായി തിരഞ്ഞെടുക്കപ്പെട്ടത് വെനിസ്വേലയാണ്. 2025 ഗ്ലോബൽ റിസ്ക് റിപ്പോർട്ട് പ്രകാരം ജലക്ഷാമം രൂക്ഷമായ രാജ്യങ്ങളുടെ എണ്ണം 27. ഈ റിപ്പോർട്ട് പ്രകാരം ജലക്ഷാമത്തിൻ്റെ ഏറ്റവും മോശം അവസ്ഥയിലുള്ള 5 രാജ്യങ്ങളാണ് മെക്സിക്കോ, മൊറോക്കോ, ടുണീഷ്യ, ഉസ്ബെക്കിസ്ഥാൻ, ഇന്ത്യ എന്നത്. റിപ്പോർട്ട് തയ്യാറാക്കുന്നത് വേൾഡ് ഇക്കണോമിക് ഫോറമാണ്. 2022 കണക്ക് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സൈബർ കുറ്റകൃത്യങ്ങൾ റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം തെലങ്കാനയാണ്. 15,297 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. രണ്ടാമത് കർണാടക 12,556 കേസുകൾ. മൂന്നാമത് ഉത്തർപ്രദേശ് 10,117 കേസുകൾ. 2022 കേരളത്തിൽ റിപ്പോർട്ട് ചെയ്ത സൈബർ കേസുകൾ 773 എണ്ണമാണ്. ഏറ്റവും കുറവ് കേസുകൾ റിപ്പോർട്ട് ചെയ്തത് മിസോറാമും ലക്ഷദ്വീപുമാണ്. ലോകത്തിലെ ഏറ്റവും അതിസമ്പന്നരായ വനിതകളുടെ പട്ടികയിൽ ഏഷ്യയിൽ നിന്നും ഉൾപ്പെട്ട ആദ്യ വനിത റോഷ്നി നാടാറാണ്. HCL ടെക്നോളജീസിയുടെ ചെയർപേഴ്സണാണ്. പട്ടികയിൽ 5ാം സ്ഥാനത്ത് റോഷ്നി നാടാറാണ്. അപ്പോൾ പട്ടികയിൽ 1ാം സ്ഥാനം ആലിസ് വാൾട്ടനാണ്. അതിസമ്പന്നരായ ഇന്ത്യക്കാരുടെ പട്ടികയിൽ 3ാമതാണ് റോഷ്നി നാടാർ. അതിസമ്പന്നരായ ഇന്ത്യക്കാരുടെ പട്ടികയിൽ 1ാമത് മുകേഷ് അംബാനി, 2ാമത് ഗൗതം അദാനിയാണ്. വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് 2025 1ാം സ്ഥാനം ഫിൻലാൻഡ്. തുടർച്ചയായിട്ട് 8ാം വർഷമാണ് ഫിൻലാൻഡ് ഈ സ്ഥാനത്ത് എത്തുന്നത്. 2ാമത് ഡെൻമാർക്ക്, 3ാമത് ഐസ്ലാൻഡ്. ഇന്ത്യയുടെ സ്ഥാനം 18. ഏറ്റവും അവസാനമുള്ള രാജ്യം അഫ്ഗാനിസ്ഥാനാണ്. അഫ്ഗാനിസ്ഥാൻ്റെ റാങ്ക് 147. 2025
പുറത്തുവന്ന അഭിപ്രായ സ്വതന്ത്ര സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 24. ഒന്നാം സ്ഥാനം നോർവേ, രണ്ടാമത് ഡെൻമാർക്ക്. 33 രാജ്യങ്ങളിലാണ് സർവേ നടത്തിയത്. റിപ്പോർട്ട് തയ്യാറാക്കിയത് ദി ഫ്യൂച്ചർ ഓഫ് ഫ്രീ സ്പീച്ചാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. അപ്പോൾ ഇന്ത്യയുടെ സ്ഥാനം 24. ആഗോളതലത്തിലെ അതിസമ്പന്നരുടെ എണ്ണത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 4. ഒന്നാം സ്ഥാനം USA, രണ്ടാം സ്ഥാനം ചൈന, മൂന്നാം സ്ഥാനം ജപ്പാനാണ്. $1 കോടി നിക്ഷേപത്തിനായിട്ട് നീക്കിവയ്ക്കാൻ കഴിയുന്നവരെയാണ് പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നൈറ്റ് ഫ്രാങ്ക് ഗ്ലോബൽ വെൽത്ത് റിപ്പോർട്ടാണ് കണക്കുകൾ തയ്യാറാക്കിയത്. ഇന്ത്യ ജസ്റ്റിസ് റിപ്പോർട്ട് 2025. ജുഡീഷ്യറി, പോലീസ്, ജയിൽ, ലീഗൽ, എയ്ഡ്സ് എന്നീ മേഖലകളിൽ സംസ്ഥാനങ്ങളുടെ പ്രവർത്തനം വിലയിരുത്തിയാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. റിപ്പോർട്ട് പ്രകാരം പ്രവർത്തന മികവിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം കർണാടകയാണ്, രണ്ടാം സ്ഥാനം ആന്ധ്രാപ്രദേശ്, മൂന്നാം സ്ഥാനം തെലങ്കാന, നാലാം സ്ഥാനം കേരളം. ഏറ്റവും അവസാന സ്ഥാനം പശ്ചിമ ബംഗാളാണ്, 18ാം സ്ഥാനം. 1 കോടിക്ക് മുകളിൽ ജനസംഖ്യയുള്ള 18 സംസ്ഥാനങ്ങളുടെ റാങ്കിങ്ങാണ് നടത്തിയത്. അപ്പോൾ നീതിന്യായ സംവിധാനങ്ങളുടെ റാങ്കിങ്ങിൽ കേരളത്തിൻ്റെ സ്ഥാനം 1ഉം ജയിൽ മേഖലയിൽ പ്രവർത്തന റാങ്കിങ്ങിൽ കേരളത്തിൻ്റെ സ്ഥാനം 3ഉമാണ്. ലോകരാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ മാതൃമരണം റിപ്പോർട്ട് ചെയ്ത രാജ്യം നൈജീരിയയാണ്, രണ്ടാമത് ഇന്ത്യ, കോങ്കോ, മൂന്നാമത് പാകിസ്ഥാൻ. ഇപ്പോൾ ഗർഭകാലത്തുണ്ടാവുന്ന മരണം, പ്രസവിച്ച് 42 ദിവസങ്ങൾക്കുള്ളിൽ സംഭവിക്കുന്ന മരണം, ഗർഭകാലത്ത് പിടിപെടുന്ന ഏതെങ്കിലും രോഗം മൂലം മരണപ്പെടുന്നത് എന്നിവയെല്ലാം മാതൃമരണ നിരക്കിൽ ഉൾപ്പെടുന്നു. 2023 വർഷത്തെ അടിസ്ഥാനമാക്കിയാണ് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. റിപ്പോർട്ട് പുറത്തിറക്കിയത് ലോകാരോഗ്യ സംഘടനയാണ്. ഫോബ്സ് അതിസമ്പന്ന പട്ടിക 2025. ലോകത്തിലെ അതിസമ്പന്നരിൽ ഒന്നാമത് ഇലോൺ മസ്ക്, രണ്ടാമത് മാർക്ക് സക്കർബർഗ്, മൂന്നാമത് ജെഫ് ബെസോസ്. ഇന്ത്യക്കാരിൽ ഒന്നാമത് മുകേഷ് അംബാനി, 18ാം സ്ഥാനമാണ്. ഇന്ത്യക്കാരിൽ രണ്ടാമത് ഗൗതം അദാനി, മൂന്നാം സ്ഥാനം സാവിത്രി ജിൻഡാൽ. മലയാളികളിൽ ഒന്നാം സ്ഥാനം MA യൂസഫ് അലിയാണ്, 630ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. മലയാളികളിൽ രണ്ടാമത് സണ്ണി വർക്കി, മൂന്നാമത് ക്രിസ് ഗോപാലകൃഷ്ണൻ. ഇന്ത്യയിലെ ജീവിത ചെലവേറിയ നഗരങ്ങളുടെ പട്ടികയിൽ ഒന്നാമത് മുംബൈയാണ്. മുംബൈയിലെ മധ്യവർഗത്തിൻ്റെ ഒരാളുടെ ജീവിത ചെലവ് 35,566.4 രൂപയും. രണ്ടാമത് ബംഗളൂരുവാണ്. ബംഗളൂരുവിൽ ചെലവ് എന്ന് പറയുന്നത് 33,566 രൂപ. മൂന്നാമത് പൂനെയാണ്, 33,338.5 രൂപ. നാലാമത് ന്യൂഡൽഹി, 33,294.8 രൂപ. പട്ടികയിൽ ഉൾപ്പെട്ട കേരളത്തിലെ നഗരം കൊച്ചിയാണ്, 15ാം സ്ഥാനം. കൊച്ചിയിലെ മധ്യവർഗത്തിലെ ഒരാളുടെ ജീവിത ചെലവ് എന്ന് പറയുന്നത് 27,265.5 രൂപയാണ്. രാജ്യത്തെ മികച്ച പഞ്ചായത്തുകളുടെ പട്ടികയിൽ ആദ്യ 100 റാങ്കിൽ ഇടം നേടിയ കേരളത്തിലെ പഞ്ചായത്തുകൾ പാറശാലയും പൂവച്ചലുമാണ്. കേന്ദ്ര സർക്കാരിൻ്റെ മിഷൻ അന്ത്യോദയ സർവേ റാങ്കിൽ ആണ് ഈ നേട്ടം കൈവരിച്ചത്. പാറശാലയ്ക്ക് 53ാം റാങ്കും പൂവച്ചലിന് 75ാം റാങ്കുമാണ് ലഭിച്ചത്. കേന്ദ്ര സർക്കാരിൻ്റെ കൂടുതൽ സാമ്പത്തിക സഹായം ഈ പഞ്ചായത്തുകൾക്ക് ലഭിക്കും. ആദ്യ 2 റാങ്കുകളും ഗുജറാത്തിലെ പഞ്ചായത്തുകൾക്കാണ് ലഭിച്ചിരിക്കുന്നത്. ആദ്യ 100-ൽ ഇടം പിടിച്ച ഏറ്റവും അധികം പഞ്ചായത്തുകളുള്ളത് തെലങ്കാനയിലാണ്. നീതി ആയോഗ് സാമ്പത്തിക ഭദ്രതാ സൂചിക 2025. ഒന്നാം സ്ഥാനം ഒഡീഷ, രണ്ടാമത് ഛത്തീസ്ഗഡ്, മൂന്നാമത് ഗോവ. കേരളത്തിൻ്റെ സ്ഥാനം 15. അപ്പോൾ ഏറ്റവും പിന്നിലുള്ള സംസ്ഥാനം പഞ്ചാബാണ്, 18ാമത് സ്ഥാനമാണ് പഞ്ചാബിൻ്റേത്. 2022-23 കാലയളവിലെ സാമ്പത്തിക നില പരിഗണിച്ചാണ് സൂചിക തയ്യാറാക്കുന്നത്. അപ്പം നീതി ആയോഗ് സാമ്പത്തിക ഭദ്രതാ സൂചികയിൽ കേരളത്തിൻ്റെ സ്ഥാനം 15. പ്രവാസികളിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തിൽ ലോകത്തിൽ ഏറ്റവും മുന്നിലുള്ള രാജ്യം ഇന്ത്യയാണ്, രണ്ടാമത് മെക്സിക്കോ, മൂന്നാമത് ചൈന. ഇന്ത്യയിലേക്ക് ഏറ്റവും കൂടുതൽ പ്രവാസി വരുമാനം എത്തിക്കുന്ന രാജ്യം അമേരിക്കയാണ്, രണ്ടാമത് UAE ആണ്. പ്രവാസി വരുമാന വിഹിതത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം മഹാരാഷ്ട്ര, രണ്ടാമത് കേരളം, മൂന്നാമത് തമിഴ്നാട്. ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാർ താമസിക്കുന്ന വിദേശ രാജ്യം അമേരിക്കയാണ്, 44 ലക്ഷം പേരാണ് അവിടെ താമസിക്കുന്നത്. രണ്ടാമത് UAE ആണ്, 34 ലക്ഷം പേർ താമസിക്കുന്നു. മൂന്നാമത് മലേഷ്യ, 29 ലക്ഷം പേർ താമസിക്കുന്നു. നാഷണൽ ആർക്കൈവ്സ് ഓഫ് ഇന്ത്യ പുറത്തുവിട്ട കണക്ക് പ്രകാരമുള്ള വിവരമാണിത്. 2024 വർഷത്തിൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ തവണ ഇൻ്റർനെറ്റ് സേവനങ്ങൾ റദ്ദാക്കിയ രാജ്യം മ്യാൻമാറാണ്, 85 തവണയാണ് അവർ റദ്ദാക്കിയിട്ടുള്ളത്. രണ്ടാമത് ഇന്ത്യയാണ്, ഇന്ത്യ റദ്ദാക്കിയത് 84 തവണയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തവണ ഇൻ്റർനെറ്റ് സേവനങ്ങൾ റദ്ദാക്കിയത് മണിപ്പൂരിലാണ്, അതായത് മണിപ്പൂർ സ്റ്റേറ്റിലാണ് ഏറ്റവും കൂടുതൽ റദ്ദാക്കിയിരിക്കുന്നത്. മൂന്നാമത് പാകിസ്ഥാനാണ്, 21 തവണയാണ്
പാകിസ്ഥാൻ റദ്ദാക്കിയിട്ടുള്ളത്. യുദ്ധം, ആഭ്യന്തര കലാപങ്ങൾ, രാജ്യസുരക്ഷ തുടങ്ങിയ വിവിധ കാരണങ്ങളാൽ രാജ്യങ്ങൾ ഇൻ്റർനെറ്റ് സേവനങ്ങൾ റദ്ദാക്കാറുണ്ട്. റിപ്പോർട്ട് തയ്യാറാക്കിയത് ആക്സസ് നൗ ഗ്രൂപ്പാണ്. 2024 ഒക്ടോബർ-ഡിസംബർ കാലയളവിലെ ഇന്ത്യയിലെ നഗരമേഖലയിലെ തൊഴിലില്ലായ്മ നിരക്ക് 6.4%, 6.4%. ഈ കാലയളവിൽ തൊഴിലില്ലായ്മ നിരക്ക് ഏറ്റവും കൂടുതലുള്ളത് ജമ്മു കാശ്മീരിലാണ്, 13.1%. രണ്ടാമത് ഹിമാചൽ പ്രദേശ് 10.4%. മൂന്നാമത് രാജസ്ഥാൻ 9.7%. കേരളത്തിൻ്റെ സ്ഥാനം 5-ാമതാണ്. കേരളത്തിലെ തൊഴിലില്ലായ്മ നിരക്ക് 8.6%. റിപ്പോർട്ട് തയ്യാറാക്കിയത് കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്കൽ മന്ത്രാലയമാണ്. കഴിഞ്ഞ 30 വർഷത്തിനിടയിൽ പ്രകൃതി ദുരന്തങ്ങൾ ഏറ്റവും രൂക്ഷമായി ബാധിച്ച രാജ്യം ഡൊമിനിക്കയാണ്. കരീബിയൻ രാജ്യമായ ഡൊമിനിക്കയാണ്. രണ്ടാമത് ചൈന, മൂന്നാമത് ഹോണ്ടുറസ്. കഴിഞ്ഞ 30 വർഷത്തിൽ ഏറ്റവും കൂടുതൽ പ്രകൃതി ദുരന്തങ്ങൾ ബാധിച്ച 10 രാജ്യങ്ങൾ. ഇന്ത്യയുടെ സ്ഥാനം 6. കറപ്ഷൻ പെർസെപ്ഷൻ ഇൻഡെക്സ് 2024. ഏറ്റവും അഴിമതി കുറഞ്ഞ രാജ്യം ഡെൻമാർക്ക്, 2-ാം സ്ഥാനം ഫിൻലാൻഡ്, 3-ാം സ്ഥാനം സിംഗപ്പൂർ. ഇന്ത്യയുടെ സ്ഥാനം 96. അപ്പോൾ ഏറ്റവും അഴിമതി കൂടിയ രാജ്യം ദക്ഷിണ സുഡാനാണ്. ദക്ഷിണ സുഡാൻ്റെ സ്ഥാനം 180 ഈ സൂചിക തയ്യാറാക്കുന്നത് ട്രാൻസ്പെറൻസി ഇൻ്റർനാഷണലാണ്. അപ്പോൾ ഇന്ത്യയുടെ സ്ഥാനം 96. ലോകത്തിലെ ഏറ്റവും ശക്തരായ രാജ്യങ്ങളുടെ പട്ടികയിൽ 1-ാമത് അമേരിക്കയാണ്, 2-ാമത് ചൈന, 3-ാമത് റഷ്യ. ഇന്ത്യയുടെ സ്ഥാനം 12. സാമ്പത്തിക സ്വാധീനം, രാഷ്ട്രീയ ശക്തി, അന്താരാഷ്ട്ര സഖ്യങ്ങൾ, അതുപോലെ തന്നെ സൈനിക ശക്തി എന്നീ ഘടകങ്ങളുടെ അടിസ്ഥാനത്തിലാണ് റാങ്ക് തയ്യാറാക്കുന്നത്. പട്ടിക തയ്യാറാക്കിയത് ഫോബ്സ് മാസികയാണ്. ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് 2025. 2025 ഫെബ്രുവരിയിലെ ഇൻഡെക്സ് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം 80. ഇൻഡെക്സിൽ 1-ാം സ്ഥാനത്തുള്ള രാജ്യം സിംഗപ്പൂരാണ്. 2-ാമത് ജപ്പാൻ, ദക്ഷിണ കൊറിയ. 2025 ഒക്ടോബറിൽ പുറത്തു വന്ന വായു ഗുണനിലവാര സൂചിക പ്രകാരം ലോകത്തിലെ ഏറ്റവും മലിനമായ നഗരം ലാഹോറാണ്. രേഖപ്പെടുത്തിയ എയർ ക്വാളിറ്റി ഇൻഡെക്സ് 274. ഗുണനിലവാരമുള്ള വായുവിന് വേണ്ടത് AQ എന്നത് 50. ഇതിൽ താഴെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അടുത്ത സൂചികയാണ് ആഗോള സമാധാന സൂചിക. 2025 ആഗോള സമാധാന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 115. സൂചികയിലെ ആകെ രാജ്യങ്ങൾ 163. 1-ാം സ്ഥാനത്ത് ഐസ്ലാൻഡ്. 2008 മുതൽ ഐസ്ലാൻഡ് തന്നെയാണ് 1-ാം സ്ഥാനത്ത് തുടരുന്നത്. 2-ാമത് അയർലാൻഡ്. ഏഷ്യയിലെ ഏറ്റവും സുരക്ഷിതമായ രാജ്യങ്ങളിൽ തിരഞ്ഞെടുക്കപ്പെട്ടത് സിംഗപ്പൂരാണ്. സുരക്ഷിതമായ രാജ്യമായിട്ട് സിംഗപ്പൂരും. ഏറ്റവും പിന്നിൽ നിൽക്കുന്ന രാജ്യം റഷ്യയാണ്. കേന്ദ്ര ഊർജ്ജ മന്ത്രാലയം പുറത്തിറക്കിയ 2024 സംസ്ഥാന ഊർജ്ജ കാര്യക്ഷമതാ സൂചികയിൽ 1-ാമതെത്തിയത് മഹാരാഷ്ട്രയാണ്. ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും ഊർജ്ജ കാര്യക്ഷമത പുരോഗതി ട്രാക്ക് ചെയ്യുന്നതിനും താരതമ്യം ചെയ്യുന്നതിനുമുള്ള ഒരു സംയോജിത സൂചികയാണിത്. വികസിപ്പിച്ചത് ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസിയാണ്. അലയൻസ് ഫോർ ആൻ എനർജി എഫിഷ്യൻസി ഇക്കോണമിയുമായിട്ട് സഹകരിച്ചാണിത് പുറത്തിറക്കിയത്. മികച്ച പ്രകടനം കാഴ്ചവെച്ചവർ മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ്, ആസാം, ത്രിപുര. 2025 സെപ്റ്റംബറിൽ കേരള ബാങ്കിൽ ലയിപ്പിക്കാൻ തീരുമാനിച്ച ബാങ്ക് കാർഷിക വികസന ബാങ്കാണ്. ലയനം പഠിക്കാൻ സർക്കാർ നിയോഗിച്ച സമിതിയുടെ അധ്യക്ഷൻ ഡോക്ടർ ആർ ശശികുമാർ. NIRF റാങ്കിങ്ങിൽ 2025 1-ാം സ്ഥാനം നേടിയത് IIT മദ്രാസാണ്. തുടർച്ചയായിട്ട് 7-ാം വർഷമാണ് IIT മദ്രാസ് 1-ാം സ്ഥാനം നേടുന്നത്. 2025 സെപ്റ്റംബറിൽ പുറത്തുവന്ന കണക്ക് പ്രകാരം ഫോബ്സ് മാസികയുടെ റിയൽ ടൈം ആഗോള ശതകോടീശ്വരന്മാരുടെ പട്ടികയിൽ മലയാളി അതിസമ്പന്നൻ 1-ാം സ്ഥാനം നിലനിർത്തിയത് MA യൂസഫ് അലിയാണ്. ആസ്തി $7 ബില്യൺ ആണ്. ഏറ്റവും സമ്പന്നനായ ഇന്ത്യക്കാരൻ മുകേഷ് അംബാനി. 2025 ഗ്ലോബൽ ഇന്നൊവേഷൻ ഇൻഡെക്സ് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 38. 1-ാം സ്ഥാനം സ്വിറ്റ്സർലാൻഡ്. നീതി ആയോഗിൻ്റെ ഇന്ത്യ ഇലക്ട്രോണിക് മൊബിലിറ്റി ഇൻഡെക്സ് 2024 പ്രകാരം 1-ാം സ്ഥാനം ഡൽഹിയാണ്. 2-ാം സ്ഥാനം മഹാരാഷ്ട്ര. കേരളത്തിൻ്റെ സ്ഥാനം 19. 2025 വേൾഡ് കോമ്പറ്റേറ്റീവ് റാങ്കിൽ 1-ാം സ്ഥാനം ഉള്ളത് സ്വിറ്റ്സർലാൻഡ്. ഇന്ത്യയുടെ സ്ഥാനം 41. 2025 ജൂലൈയിലെ കണക്ക് പ്രകാരം രാജ്യത്തെ വിദ്യാഭ്യാസ നിലവാരം പരിശോധിക്കുന്ന വിദ്യാർത്ഥികളുടെ പഠന നേട്ട സർവേയിൽ കേരളത്തിൻ്റെ സ്ഥാനം 2-ാമത്. 65.33. 68 പോയിൻറ്റുമായി 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത് പഞ്ചാബാണ്.
ലോകത്തിലെ ഏറ്റവും വലിയ നഗര ശുചിത്വ സർവേയുടെ 9ാം പതിപ്പായ സ്വച്ഛ സർവേക്ഷൺ 2024 പ്രകാരം സംസ്ഥാനത്തെ ഒന്നാമത്തെ ശുചിത്വ നഗരമായി തിരഞ്ഞെടുക്കപ്പെട്ട നഗരസഭ കൊച്ചി നഗരസഭയാണ്. ദേശീയ തലത്തിൽ 50ാം സ്ഥാനമാണ് കൊച്ചിക്ക് ലഭിച്ചത്. 416 ആയിരുന്നു മുൻവർഷങ്ങളിൽ ഇതിൻ്റെ സ്ഥാനം. സ്വച്ഛ സർവേക്ഷൺ ആരംഭിച്ചതിന് ശേഷം കേരളത്തിലെ ഒരു നഗര ദേശീയ തലത്തിൽ 50ാം സ്ഥാനത്തെത്തുന്നത് ആദ്യമായാണ്. പ്രൊമിസിംഗ് സ്വച്ഛ് ഷഹർ പുരസ്കാരം ലഭിച്ചത് മട്ടന്നൂർ നഗരസഭ കണ്ണൂരിനാണ്.